എന്തെങ്കിലും തരണേ. ഭക്ഷണത്തിൽ കണ്ണ് കാണുന്നില്ല. എന്നിട്ട് വയ്യ, ഒന്നും കാണുന്നില്ല. നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. എങ്ങനെയുണ്ട്? കൊറേ നാളായിട്ട് അനിയത്തെ കാണാറില്ലല്ലോ. അവളിപ്പോ എന്റെ കൂടെ അല്ലമ്മ താമസിക്കുന്നത്. പിന്നെ ഞാൻ അവളെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാം. ഈ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ആവശ്യം തന്നെയാ. ജീവിതത്തിൽ പഠിപ്പാണ് അത്യാവശ്യം. അവളെ പഠിപ്പിച്ചൊരു നല്ല നിലയിൽ എത്തിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമേ. മോള് ത്യാഗം സഹിച്ചു വേണം അവളെ പഠിപ്പിക്കാൻ. വാ. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ എടുത്തോണ്ടേ. വേഗം എടുത്തിട്ട് വാ. കാറിന് കെട്ടാനുള്ള ഡ്യൂ പണം എന്താ വിളിച്ചത്? ഇവിടെ വെച്ചിരുന്ന പണം എവിടെ? അപ്പോഴല്ലേ ക്രിസ്മസിന് ചെലവായത്? എന്താ പോയി മാനം പോയടേ. പോയി ഭിക്ഷ എടുക്ക്, എന്നിട്ട് അവർ കാശ് കൊടുക്ക. മോനെ നിക്കടാ, എവിടെ പോവാ? നിക്ക്. നീ ആവശ്യപ്പെട്ട പണം ഞാൻ ഉടനെ തന്നെ അയക്കുന്നു. മറ്റു വിശേഷങ്ങൾ എല്ലാം നേരിൽ. സ്നേഹമുള്ള ചേച്ചി മിനി. വരൂ. എന്താ എന്താ മുഖമല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും പറയുന്നേ. എന്താന്നേ? എല്ലാം നശിച്ചു. എന്റെ എല്ലാം നശിച്ചു പോയി മിനി. എന്തിനെ കുറിച്ചായി പറയുന്നേ? എല്ലാ പണവും കളഞ്ഞുപോയി. എന്താ ചെയ്യാന്ന് അറിയില്ല. കാറിന് കെട്ടാൻ വെച്ചിരുന്ന ഡ്യൂ പണം എങ്ങനെയോ കളഞ്ഞുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യ? വിഷമിക്കണ്ട, ഞാൻ തരാം. അല്ല, ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ഡ്യൂ കെട്ടാൻ കാശല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. പോരെ? ഇതാ, ഇത് മതിയോ? നിങ്ങളുടെ എല്ലാ കടവും തീർത്തോളൂ. ഇതാരോടും പറയില്ലെന്ന് എനിക്ക് സത്യം ചെയ്ത. ഞാൻ ആരോടും പറയില്ല, തീർച്ച. അമ്മേ, മിനിയെ കണ്ടായിരുന്നോ? ഞാൻ 2 ആഴ്ചയായി അവളെ കണ്ടിട്ട്. ഇതിവിടെ പോയി? പുറത്തു പോവാണെന്നും പറഞ്ഞു പോവും. നേരം വെളുക്കുമ്പോ ഇറങ്ങിപ്പോയാ പിന്നെ രാത്രി ആവുമ്പോഴാ തിരിച്ചു വരുന്നത്. അവൾ എവിടെ പോകുന്നു ഞാനൊന്നും അന്വേഷിക്കാറില്ല. ഇങ്ങോട്ട് വന്നേ. വരുന്നേ. എന്താടാ? എടാ, ആ മിനിയെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. അവളുടെ പോക്ക് അത്ര ശരിയല്ല. അവൾ മഹാമോശമാ. സത്യമാണോ? അതെടാ, ഞാൻ പറയുന്നോണെങ്കിൽ നീ പോയി അവളോട് ചോദിക്ക്. മിനി കരയാതെ. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാ. എനിക്കൊന്നും വേണ്ട. വേണം. നിനക്കൊരു ജീവിതം ഞാൻ തരാൻ തയ്യാറാ. ആരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമല്ല. നീ സമ്മതിച്ചില്ലെങ്കിലും ഞാനിത് അണിയിക്കും. നശിച്ചു പോയ എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം തകർക്കരുത്.
അതേ കഴുത്തിൽ അണിയാനുള്ള ഭാഗ്യം എനിക്കില്ല. അറിയാം, നിന്നെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാവുന്നോണ്ടാ ഞാൻ പറയുന്നത്. നിന്നെ എനിക്ക് ഒരു 100 കൂട്ടം ഇഷ്ടമാ. ഈ കുരിശുമാല നിനക്കൊരു കവചമായി മാറും. ഇത്രയും വലിയ മനസ്സുള്ള നിങ്ങളെ എനിക്ക് കിട്ടാൻ ഞാൻ 100 പുണ്യം ചെയ്തിരിക്കണം. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടില്ല. പക്ഷെ ഞാൻ അർഹതയില്ലാത്തവളാണ്. ഞാൻ വെറും പാപിയാണ്. അർഹത നോക്കിയിട്ടല്ല നിനക്ക് ഞാൻ ഒരു ജീവിതം തരുന്നത്. നിന്റെ മനസ്സ് നോക്കിയിട്ടാ. സ്വീകരിക്കൂ. നീ ആര്യ കല്യാണം കഴിച്ചോന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അമ്മ അറിയുന്ന ആളാ. വേറെ ആരുമല്ല, നമ്മുടെ അജിത്ത്. അവൻ നേരത്തെ കല്യാണം കഴിഞ്ഞവനാ. എന്തായി പറയുന്നേ? അങ്ങനെ ഉണ്ടാവില്ലമ്മേ, അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. ശരി കൊച്ചേ, അവന് നേരത്തെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. അവന് ഭാര്യയുള്ള കാര്യം നിനക്കറിയില്ലേ? അറിയില്ല. അഹങ്കാരി. അങ്ങരുടെ ജീവിതം നശിപ്പിക്കുന്നവൾക്ക് ഇവിടെ സ്ഥാനമില്ല. മിനി എന്തിനാ കരയുന്നേ? ഇങ്ങനെ ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് എന്നെ കല്യാണം കഴിച്ചത് എന്നതായിരുന്നു? എന്താ? എനിക്ക് നിങ്ങളെ കാണണ്ട. ദേഷ്യപ്പെടാതെ മിനി, ഞാൻ പറയുന്നതൊക്കെ. മിനിയോട് ഞാൻ മാപ്പ് ചോദിക്കാനാ വന്നത്. ഞാൻ നശിച്ചവളല്ലേ, ഒന്നിനും കൊള്ളാത്തവളല്ലേ ഞാൻ. അതല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരു മഹാപാപിയായ നിന്നെ എനിക്ക് കാണണ്ടേനി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കൊരു നല്ല ജീവിതം തരണമെന്ന് വിചാരിച്ചാ ഞാനിത് മുഴുവൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കൂ. പുറത്തു പോകാൻ അടി കിട്ടിയവർക്ക് അതിന്റെ വേദന അറിയൂ. ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞ മതിയോ? നിങ്ങളെ വിശ്വസിച്ചില്ലേ എന്ന് വേണം പറയാൻ. വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ പോ. അല്ല മിനി, ഞാൻ കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പോകാനാ പറഞ്ഞത്. ഞാൻ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാൻ നിങ്ങൾ പോ. എനിക്ക് എല്ലാവരും പൈസ കൊടുക്കാതെ പറ്റിച്ചു. എന്താണ് ഇങ്ങനെ എല്ലാവരും എന്നെ വഞ്ചിക്കുന്നത്? ചേച്ചി എന്റെ പഠിപ്പിനെ കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നത്. സുനിത, നീ എപ്പോഴാ വന്നത്? നീ എന്തൊക്കെയാ പറഞ്ഞത്? പണം എന്നെ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ ഇനി തുടർന്ന് പഠിക്കുന്നില്ല. എന്റെ പഠിപ്പ് നിർത്തിയേക്കാം. മതിയോ? എടേ, എന്റെ മുഖത്ത് നോക്കി ആളുകൾ പറയുന്നു ചേച്ചി കഷ്ടപ്പെടുകയാണെന്ന്. ഞാൻ കഷ്ടപ്പെടുന്നതൊക്കെ നീ പഠിക്കാനായിട്ടല്ലേടി. അതൊക്കെ വെറുതെ പോന്ന് തോന്നുന്നു. ചേച്ചി, നിന്റെ അടുത്ത് നിന്ന് ചേച്ചി ഒരു സത്യം മറച്ചു വെച്ചു മോളെ. അതിന് ചേച്ചി ഇപ്പോഴൊക്കെ എന്റെ അടുത്തൊന്നും പറയാറില്ല. ഞാൻ പറയാം, അതതിന്റെ നേരം വന്നാലല്ലേ പറയാൻ പറ്റൂ. എന്താ പറയുന്നേ? ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റായ തൊഴിലാണ്. ഏതൊരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്യുന്നത്. അയ്യോ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? മറന്നേക്ക്. ഞാനീ പറഞ്ഞതൊക്കെ നീ മനസ്സിനെ മാറ്റിക്കളയണം. എങ്ങനെ കഴിയും? കഴിയണം. എല്ലാം നമ്മുടെ കയ്യിലാണുള്ളത്, മനസ്സിലായോ? ഈ തൊഴിൽ ചേച്ചിക്ക് നിർത്തിക്കൂടെ? എന്താ പറഞ്ഞേ? നിന്നെ പഠിപ്പിച്ച് എനിക്ക് വലിയ ആളാക്കണം. ഇനി എന്നെ കാണാൻ ഇവിടെ വരണ്ട. എന്റെ അനിയത്തിയാണ് നീ എന്ന് പുറത്താരോടും പറയുകയും വേണ്ട. ഇത് പുറം ലോകത്തിന് മാത്രമാ കേട്ടോ. നീ എപ്പോഴും എന്റെ പൊന്ന അനിയത്തി തന്നെയാ.
ചേച്ചി